ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് LSGIയുടെ സെക്കൻഡ് പേപ്പറിലെ അർബൻ ഗവേണൻസിലെ കുറച്ച് ഭാഗമാണ്. അപ്പൊ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ തൊഴിൽ വാർത്തയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പൊതുവെ ഉയർന്ന ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷികേതര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നതുമായ പാർപ്പിട സമുച്ചയങ്ങളെ എങ്ങനെ വിളിക്കുന്നു? നഗരവാസസ്ഥലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, അർബൻ സെറ്റിൽമെന്റ്. ഇപ്പൊ പൊതുവെ ഉയർന്ന ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷികേതര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നതുമായ പാർപ്പിട സമുച്ചയങ്ങളെ എങ്ങനെ വിളിക്കുന്നു? നഗരവാസസ്ഥലങ്ങൾ എന്ന് വിളിക്കുന്നു. നഗരവാസസ്ഥലങ്ങൾ പൊതുവെ ഏതിനം വാസസ്ഥലങ്ങൾക്ക് ഉദാഹരണമാണ്? കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾക്ക് ഉദാഹരണമാണ് നഗരവാസസ്ഥലങ്ങൾ. അപ്പൊ നഗരവാസസ്ഥലങ്ങൾ പൊതുവെ ഏതിനം വാസസ്ഥലങ്ങൾക്ക് ഉദാഹരണമാണ്? കേന്ദ്രീകൃത വാസസ്ഥലം. ഗ്രാമീണ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് നഗര കേന്ദ്രീകൃതമായ വ്യാവസായിക സേവന മേഖലകളിലേക്കുള്ള ജനസംഖ്യ മാറ്റത്തെ എങ്ങനെ വിളിക്കുന്നു? നഗരവൽക്കരണം അഥവാ അർബനൈസേഷൻ എന്ന് വിളിക്കുന്നു. എന്താണ്? ഗ്രാമീണ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് നഗര കേന്ദ്രീകൃതമായ വ്യാവസായിക സേവന മേഖലകളിലേക്കുള്ള ജനസംഖ്യ മാറ്റത്തെ എങ്ങനെ വിളിക്കുന്നു? നഗരവൽക്കരണം അഥവാ അർബനൈസേഷൻ എന്ന് വിളിക്കുന്നു. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? 31.16%. അപ്പൊ ചോദിക്കാം, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? 31.16%. അങ്ങനെയാണെങ്കിൽ 2011 സെൻസസ് പ്രകാരം നഗര ജനസംഖ്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ്, ഗോവ. അപ്പൊ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ നഗര ജനസംഖ്യ 31.16%. അതില് ഒന്നാമതുള്ള നഗര ജനസംഖ്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനമാണ് ഗോവ. അങ്ങനെയാണെങ്കിൽ ഗോവ സംസ്ഥാനത്തിന്റെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? 62.17% ഗോവയുടെ നഗര ജനസംഖ്യ. നഗര ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഹിമാചൽ പ്രദേശ് ആണ്. നഗര ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഏത്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? 10.04%. അപ്പോ നഗര ജനസംഖ്യ കുറവുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ നഗര ജനസംഖ്യ വെറും 10.04% മാത്രമാണ്. ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഗോവ. ഗോവയിലെ നഗര ജനസംഖ്യ 62.17%. ഇന്ത്യയെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 2011 സെൻസസ് പ്രകാരം ഏറ്റവും ഇന്ത്യയിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാല് 31.16%. ഇനി നമ്മുടെ കേരളത്തിലെ നഗര ജനസംഖ്യ എത്രയാണെന്ന് നോക്കാം. കേരളത്തിലെ നഗര ജനസംഖ്യ 47.72%. കേരളത്തിലെ നഗര ജനസംഖ്യ എത്രയാണ്? 47.72%. ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? 97.50%. കണ്ടോ, അത് ഡൽഹിയാണ്. ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമാണ് അല്ലെ. അപ്പൊ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? 97.50%. കേരളത്തിലെ നഗര ജനസംഖ്യ 47.72%. ഡൽഹിയിലെ ആണെങ്കിലോ 97.50%. ഇന്ത്യയിലെ ഭരണഘടകങ്ങളിൽ പൊതുവെ ഉയർന്ന നഗര ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ ഏവയാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും നഗര ജനസംഖ്യയുള്ളത്. ഇന്ത്യയിലെ ഒരു വാസസ്ഥലത്തിന് നഗര പദവി നൽകാൻ ഉണ്ടായിരിക്കേണ്ട ജനസംഖ്യ എന്താണ്? 5000-ൽ കൂടുതൽ ജനസംഖ്യയുള്ളവയാണ് എന്തെന്ന് പറയുന്നത്? നഗരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വാസസ്ഥലത്തിന് നഗര പദവി ലഭിക്കണമെങ്കിൽ അതില് 5000-ൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരിക്കണം. ഒരു വാസസ്ഥലത്തിന് നഗര പദവി ലഭിക്കാൻ അവിടെ ഉണ്ടാകേണ്ട ജനസാന്ദ്രത എന്താണ്? ചതുരശ്ര കിലോമീറ്ററിൽ 400-ലധികം ജനസാന്ദ്രത. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 400-ലധികം ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ആ ഒരു വാസസ്ഥലത്തിന്റെ നഗര പദവി ലഭിക്കാൻ കഴിയൂ, കൊടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ചതുരശ്ര കിലോമീറ്ററിൽ 400-ലധികം ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 400-ലധികം. എന്നാല് ജനസംഖ്യ നോക്കുവാണെങ്കിൽ 5000-ൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരിക്കണം. ഇനി ജനസംഖ്യയുടെ എത്ര ശതമാനം പേർ കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വാസസ്ഥലങ്ങളെയാണ് നഗര പദവിക്ക് പരിഗണിക്കുക?
75%. 75% പേർ കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കണം. അപ്പൊ നഗര പദവി ലഭിക്കാൻ, ഒരു വാസസ്ഥലത്തിന് നഗര പദവി ലഭിക്കാൻ ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങളാണ്. നമുക്ക് ചിലപ്പോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഒരു വാസസ്ഥലത്തിന് നഗര പദവി ലഭിക്കാൻ ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ ഒന്നാമത്തത് 5000-ൽ കൂടുതൽ എന്ത് വേണം? ജനസംഖ്യ വേണം. ഇനി ജനസാന്ദ്രതയാണെങ്കിലോ 400 ആയിരിക്കണം. ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്താൽ 400 പേര് താമസിക്കണം. പിന്നെ 75%-ലധികം പേര് എന്തായിരിക്കണം? കാർഷികേതര പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു വാസസ്ഥലത്തിന് നഗര പദവി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത്, മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ തന്നെ നഗരമായി കണക്കാക്കുന്ന പ്രദേശങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, സൈനിക പാളയങ്ങൾ. ഇവയൊക്കെ ഈ മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ തന്നെ നഗരമായിട്ട് കണക്കാക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷനുകള്, സൈനിക പാളയങ്ങൾ, ഇവ ഈ മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ തന്നെ നഗരമായിട്ട് കണക്കാക്കുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യയിലെ നഗരങ്ങളെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എത്ര കാറ്റഗറികളായിട്ട് തിരിച്ചിരിക്കുന്നു? അപ്പൊ നമ്മള് നഗരവാസ സ്ഥലങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ നോക്കി. ഇനി പറയുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എത്ര കാറ്റഗറികളായിട്ട് തിരിച്ചിരിക്കുന്നു? 6 കാറ്റഗറി ഉണ്ട് കേട്ടോ. 6 കാറ്റഗറി. 1,00,000-ലധികം ജനസംഖ്യയുള്ള നഗരങ്ങളാണ് എന്ന് പറയുന്നത് ക്ലാസ് 1 നഗരം എന്ന് പറയുന്നത്. 1,00,000-ലധികം ജനസംഖ്യയുള്ള നഗരങ്ങളാണ് ക്ലാസ് 1 നഗരം. 50,000 മുതൽ 1,00,000 വരെയാണെങ്കിലോ ക്ലാസ് 2 നഗരമാണ്. 50,000 മുതൽ 1,00,000 വരെ ക്ലാസ് 2 നഗരം. 20,000 മുതൽ 50,000 വരെ ക്ലാസ് 3 നഗരം. അപ്പോ 1,00,000-ലധികം ക്ലാസ് 1, 50,000 മുതൽ 1,00,000 വരെ ക്ലാസ് 2, 20,000 മുതൽ 50,000 വരെ ക്ലാസ് 3, 10,000 മുതൽ 20,000 വരെ ക്ലാസ് 4, 5,000 മുതൽ 10,000 വരെ ക്ലാസ് 5, 5,000-ൽ താഴെ ക്ലാസ് 6. അപ്പൊ നഗരങ്ങളെ നമ്മള് ശരിക്കും 6 കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ക്ലാസ് 1 എന്ന് പറയുമ്പോൾ 1,00,000-ലധികം ജനസംഖ്യയുള്ള നഗരങ്ങളായിരിക്കും. എന്നാൽ ക്ലാസ് 2 50,000-നും 1,00,000-നും ഇടയ്ക്ക് ജനസംഖ്യയുള്ളവയാണ് ക്ലാസ് 2. ക്ലാസ് 3 20,000-നും 50,000-നും ഇടയ്ക്ക്. അപ്പൊ 1,00,000, 50,000, പിന്നെ 20,000. 20,000-നും 50,000-നും ഇടയ്ക്ക് ക്ലാസ് 3. ഇനി നമ്മൾ പറയുന്നത് 10,000-നും 20,000-നും ഇടയ്ക്ക്, അത് ക്ലാസ് 4. അപ്പൊ ക്ലാസ് 5 5,000-നും 10,000-നും ഇടയ്ക്ക് ക്ലാസ് 5. 5,000-ൽ താഴെയാണെങ്കിൽ അത് ക്ലാസ് 6. അങ്ങനെ 6 കാറ്റഗറി ഉണ്ട്. 1,00,000-ൽ താഴെ ജനസംഖ്യയുള്ള ചെറിയ നഗരപ്രദേശങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് പട്ടണം അഥവാ ടൗൺ എന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ പട്ടണം അല്ലെങ്കിൽ ടൗൺ എന്ന് പറയുന്നത് 1,00,000-ൽ താഴെ ജനസംഖ്യയുള്ള നഗരപ്രദേശങ്ങളെ പറയുന്ന പേരാണ് പട്ടണം അതല്ലെങ്കിൽ ടൗൺ എന്ന് പറയുന്നത്. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ ഇവയാണ് നഗരം അഥവാ സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? 1,00,000-ലധികവും എന്നാൽ 10,00,000-ൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളെയാണ് നമ്മൾ സിറ്റി അഥവാ നഗരം എന്ന് പറയുന്നത്. 1,00,000-ൽ താഴെ ജനസംഖ്യയുള്ള ചെറിയ നഗരങ്ങളെ പറയുന്ന പേരാണ് പട്ടണം അല്ലെങ്കിൽ ടൗൺ എന്ന് പറയുന്നത്. എന്നാൽ നഗരം അല്ലെങ്കിൽ സിറ്റി എന്ന് പറയണമെങ്കിൽ 1,00,000-ൽ അധികം ജനസംഖ്യ വേണം, എന്നാൽ 10,00,000-ൽ താഴെ ആയിരിക്കണം. 1,00,000-നും 10,00,000-നും ഉള്ളില് ജനസംഖ്യയാണെങ്കിൽ അതിന് നമ്മള് എന്ത് പറയും? നഗരം അല്ലെങ്കിൽ സിറ്റി എന്ന് പറയും. ഇനി അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയങ്ങളെ പറയുന്ന പേരാണ് മെഗാ സിറ്റി അല്ലെങ്കിൽ മഹാനഗരം എന്ന് പറയും. അപ്പൊ അവിടുത്തെ ജനസംഖ്യ 50 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ 1,00,000-ൽ താഴെയാണെങ്കിൽ പട്ടണം അല്ലെങ്കിൽ ടൗൺ എന്ന് പറയും. 1,00,000-നും 10,00,000-നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ നഗരം അല്ലെങ്കിൽ സിറ്റി എന്ന് പറയും. എന്നാൽ ഒരുപാട് നഗരങ്ങൾ ചേർന്നിട്ട് 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ളവയാണെങ്കിൽ എന്ത് പറയും? മഹാനഗരം അല്ലെങ്കിൽ മെഗാ സിറ്റി എന്ന് പറയും. ഇനി 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മെട്രോപൊളിറ്റൻ നഗരം അല്ലെങ്കിൽ മെട്രോപോളിസ് എന്നറിയപ്പെടും. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മെട്രോപൊളിറ്റൻ നഗരം അല്ലെങ്കിൽ മെട്രോപോളിസ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ ഏതെല്ലാം? മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ. ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ ഏതൊക്കെയാണ്? മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ. അപ്പൊ 4 മെട്രോപൊളിറ്റൻ നഗരങ്ങളെ ഉള്ളൂ. ഓക്കെ.
ഏതൊക്കെയാണ്? മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ. ഇന്ത്യയിലെ അപ്പൊ മെട്രോപൊളിറ്റൻ നഗരം ഏതാണെന്ന് അറിയണം. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളാണ് മെട്രോപൊളിറ്റൻ നഗരങ്ങൾ കേട്ടോ. ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ നഗരങ്ങളെ തരംതിരിക്കാനുള്ള മറ്റൊരു മാർഗമാണ് പ്രധാന സേവനങ്ങൾ, ധർമ്മങ്ങൾ മുൻനിർത്തി. അപ്പൊ പ്രധാന സേവനങ്ങൾ, ധർമ്മങ്ങൾ മുൻനിർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നഗരങ്ങളെ തരംതിരിക്കാം. അപ്പൊ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ പ്രധാന സേവനങ്ങളോ ധർമ്മങ്ങളോ മുൻനിർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നഗരങ്ങളെ തരംതിരിക്കാം. ഭരണം മുൻനിർത്തിയുള്ള ഇന്ത്യയിലെ നഗരത്തിന് ഉദാഹരണമാണ് ഗാന്ധിനഗർ. ഭരണം മുൻനിർത്തിയുള്ള ഇന്ത്യയിലെ നഗരത്തിന് ഉദാഹരണം ഏതാണ്? ഗാന്ധിനഗർ. ഇന്ത്യയിലെ വ്യവസായ നഗരങ്ങൾക്ക് ഉദാഹരണമാണ് ഹൂഗ്ലി, കോയമ്പത്തൂർ. ഹൂഗ്ലി, കോയമ്പത്തൂർ ഒക്കെ വ്യവസായ നഗരങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഏത് സേവനം മുൻനിർത്തിയാണ് അലിഗഡിനെ നഗരമായി പരിഗണിക്കുന്നത്? അലിഗഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നമുക്ക് വരുമല്ലോ മനസ്സിലപ്പോ വിദ്യാഭ്യാസം. അപ്പൊ ഏത് സേവനം മുൻനിർത്തിയാണ് അലിഗഡിനെ നഗരമായി പരിഗണിക്കുന്നത്? വിദ്യാഭ്യാസം. സുഖവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധങ്ങളായ നഗരങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവയാണ്? നൈനിറ്റാളും സിംല. നൈനിറ്റാളും സിംലയൊക്കെ അപ്പൊ നഗരങ്ങളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് സുഖവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായിട്ടുള്ള നഗരങ്ങളാണ്. അടുത്ത മത സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന നിലയിലുള്ള നഗരങ്ങൾക്ക് ഉദാഹരണമാണ് മധുര, ഹരിദ്വാർ. മത സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന നിലയിലുള്ള നഗരങ്ങൾക്ക് ഉദാഹരണമാണ് മധുര, ഹരിദ്വാർ. നഗരങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏവ? അമിത ജനസംഖ്യ, ചേരികൾ, ഗതാഗത പ്രശ്നങ്ങൾ, മലിനീകരണം. അമിത ജനസംഖ്യ, ചേരികൾ, ഗതാഗത പ്രശ്നങ്ങൾ, മലിനീകരണം ഇതൊക്കെ നഗരങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. കേരളത്തിലെ ആകെ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ആകെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഉള്ളത്. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. അപ്പൊ കേരളത്തിലെ ആകെ 6 മുനിസിപ്പൽ കോർപ്പറേഷൻ ആണുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ്? 87 ആണ്. ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. ഇനി ഇന്ത്യയിലെ നഗരവൽക്കരണ നിരക്ക്, അർബനൈസേഷൻ നിരക്ക് എത്രയാണ്? 31.16% നഗരവൽക്കരണ നിരക്ക്. കേരളത്തിലെ നഗരവൽക്കരണ നിരക്ക് എത്രയാണ്? 47.42% കേരളത്തിലെ നഗരവൽക്കരണ നിരക്ക്. അപ്പൊ ഇന്ത്യയുടേത് 31.16%, എന്നാൽ കേരളത്തിൻ്റെത് 47.42% നഗരവൽക്കരണ നിരക്ക് കേരളത്തിനുണ്ട്. കേരളത്തിലെ നഗര ജനസംഖ്യ എത്രയാണ്? അത് 159 ദശലക്ഷമാണ് കേട്ടോ. 159 ദശലക്ഷമാണ് കേരളത്തിലെ നഗര ജനസംഖ്യ എന്ന് പറയുന്നത്. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് നഗര ജനസംഖ്യ? 47.7% നഗര ജനസംഖ്യയുണ്ട്. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 47.7% നഗര ജനസംഖ്യയാണ്. അത് എത്രയാണ്? 159 ദശലക്ഷമാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ 2011 ദശാബ്ദ വളർച്ചാ നിരക്ക് എത്ര ശതമാനമായിരുന്നു? 92.72% കേരളത്തിലെ ജനസംഖ്യയുടെ 2011 ദശാബ്ദ വളർച്ചാ നിരക്ക് എത്ര ശതമാനമായിരുന്നു? 92.72%. രാജ്യത്തെ ഏറ്റവും അധികം നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ എത്രാമത്തെ സ്ഥാനമാണ് കേരളത്തിന്? 3-ാം സ്ഥാനമാണ്. രാജ്യത്തെ ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ എത്രാമത്തെ സ്ഥാനമാണ് കേരളത്തിന്? 3-ാം സ്ഥാനം. നഗരജനസംഖ്യയുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളം. നഗരജനസംഖ്യയുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എറണാകുളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ നഗരവൽക്കരണ നിരക്കിൽ 2ാമതുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ നഗരവൽക്കരണത്തിൽ ഉള്ള 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇനി നഗരവൽക്കരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. നഗരവൽക്കരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളം. നമ്മൾ പറഞ്ഞു മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ്? 87. കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പാക്കി വരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഏതാണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഏതാണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായികാധ്വാനത്തിന് തയ്യാറായിട്ടുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസം തൊഴിലുറപ്പാക്കുകയും അതിലൂടെ കുടുംബങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നമ്മുടെ മഹാത്മാഗാന്ധി
ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ, അതുപോലെ തന്നെയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇത് നഗരങ്ങളിലാകുമ്പോ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയും. നമ്മുടെ ഗ്രാമങ്ങളിലാണെങ്കിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അതും 100 ദിവസം തന്നെയാണ് അല്ലെ തൊഴിൽ കൊടുക്കുന്നത്. അടുത്ത നിയമപരമായി നഗരമായി പ്രഖ്യാപിക്കപ്പെടാത്തതും ജനസംഖ്യ 5000-ലധികവും ജനസാന്ദ്രത ചുരുങ്ങിയത് ചതുരശ്ര കിലോമീറ്ററിന് 400 വ്യക്തികളും കാർഷിക മേഖലയ്ക്ക് പുറത്ത് ചുരുങ്ങിയത് 75% ജനങ്ങൾ തൊഴിലെടുക്കുന്ന നഗര സ്വഭാവത്തിൽപ്പെട്ടതുമായ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു സെൻസസ് ടൗൺ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചല്ലേ, നഗരമായിട്ട് പരിഗണിക്കാനുള്ള മാനദണ്ഡങ്ങളല്ലേ. അപ്പൊ ഏതൊക്കെയാണ് നിയമപരമായിട്ട് നഗരമായി പരിഗണിക്കപ്പെടാത്തതും എന്ത് ചെയ്യുന്നില്ല, നിയമപരമായിട്ട് നഗരമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. എന്നാൽ ജനസംഖ്യ എന്തുണ്ട്? 5000-ലധികം ഉണ്ട്. ജനസാന്ദ്രത ചുരുങ്ങിയത് ചതുരശ്ര കിലോമീറ്ററിന് 400 വ്യക്തികളും കാർഷിക മേഖലയ്ക്ക് പുറത്ത് 75% ജനങ്ങൾ തൊഴിലെടുക്കുന്ന നഗര സ്വഭാവത്തിൽപ്പെട്ടതുമായ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടില്ല, നഗരമായിട്ട് കണക്കാക്കാത്ത ഒരു പ്രദേശമാണ്. അതിനാണ് ഒരു സെൻസസ് ടൗൺ എന്ന് പറയുന്നത്. ഒരു സെൻസസ് ടൗൺ ഇത് എന്ത് നഗരമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ അവയാണ് ഒരു സെൻസസ് ടൗൺ എന്ന് പറയുന്നത്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ സെൻസസ് നഗരങ്ങളുടെ എണ്ണം എത്രയാണ്? 461. അപ്പൊ 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ സെൻസസ് നഗരങ്ങളുടെ എണ്ണം എത്രയാണ്? 461. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി നഗരങ്ങൾ എത്രയാണ്? 59. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി നഗരങ്ങൾ 59. ഏറ്റവും അധികം പട്ടണങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ഏറ്റവും അധികം പട്ടണങ്ങളുള്ള കേരളത്തിലെ ജില്ലയാണ് തൃശ്ശൂർ. ആകെ 135 പട്ടണങ്ങളുമായി സംസ്ഥാനത്തെ ആകെ പട്ടണങ്ങളുടെ 25% ഉൾക്കൊള്ളുന്ന ജില്ലയാണ് തൃശ്ശൂർ. അപ്പൊ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? തൃശ്ശൂർ. കേരളത്തിലെ ജില്ല എത്ര പട്ടണങ്ങളുണ്ട്? 135 പട്ടണങ്ങളുണ്ട്. അപ്പൊ ഇത്രയാണ് അർബൻ ഗവേണൻസിനെ കുറിച്ച് നമ്മുടെ തൊഴിൽ വാർത്തയിലുള്ള കാര്യങ്ങൾ. അപ്പോ നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട്, പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്